ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അത് വോളബിയാന്നാ വിചാരിച്ചിരുന്നത്, പക്ഷെ അത് ജോയി ആയിരുന്നു. ജോയി അതായത് കാങ്കറൂന്റെ ബേബിയാണ്. അത് ചൊറിഞ്ഞോടത്തേക്ക് സാധനം യമ്മിയാണോടാ? ഇഷ്ടായോ? Oh, that is so cute. മുഖം നോക്കി. It's like അങ്ങനെ. മേക്കപ്പ് കൂടിയോ നോക്കാട്ടോ. കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുള്ളൂ. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ട് ഇരിക്കണു. അമ്മ ഇപ്പോഴും സിഡ്നിയിലുണ്ട്. കുറച്ച് വീക്സും കൂടെ ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് ഇപ്പോഴും സിഡ്നിയിലുണ്ട്. സിഡ്നിയിൽ ഇപ്പോൾ ഇതാ നല്ല ഓട്ടം വെതറാണ്. അമ്മയ്ക്ക് കുറച്ച് തണുത്ത് തുടങ്ങി, ബട്ട് ഫോർ us ഇറ്റ്സ് നൈസ് ആൻഡ് പ്ലെസൻറ്റ്. പണ്ടൊക്കെ എനിക്ക് വന്ന കാലത്തൊക്കെ എനിക്ക് ഓട്ടവും തണുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോൾഡ് ആയിട്ടില്ല. നല്ല വെതർ. ഇപ്പോൾ ഒരു 22-23 ഡിഗ്രീസ് പെർഫെക്റ്റ് ഡേ. കുറച്ച് ഓവർകാസ്റ്റ്. എനിക്ക് അങ്ങനെ അധികം വെയിലുള്ള ദിവസം പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല, ബിക്കോസ് എനിക്ക് മൈഗ്രെയിൻ വരും. ഇങ്ങനത്തെയൊക്കെ വെതർ ആകുമ്പോൾ ഇറ്റ്സ് നൈസായിട്ട് കറങ്ങാം കേട്ടോ. ബട്ട് എനിക്കൊരു ക്വിക്ക് താങ്ക് യു പറയണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കുറേ എൻ്റെ വിശേഷങ്ങൾ അറിയുമ്പോഴും ഒക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ചാനൽ കാണുന്നുണ്ട്, റീൽസ് കാണുന്നുണ്ട്, കുറേ പേര് അവരുടെ വിശേഷങ്ങൾ എഴുതി അറിയിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾ ക്വൈറ്റ് നൈസ് കേട്ടോ. ആൻഡ് നോ മാറ്റർ വാട്ട്, എനിക്ക് കമ്മിറ്റഡ് ആയിട്ട് എപ്പോഴും എൻ്റെ ചാനൽ കൊണ്ട് നടക്കാൻ പറ്റുന്നത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണം. കുറേ പേര് പറയും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് മാറി, കുറേ പേർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് കുറേ ഹെൽപ്ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ കൺസിഡറിങ് someone who's been here ഇവിടെ ഒരു 15 years ആയിട്ട് എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ നോക്കാറുണ്ട്. സോ എവറിബഡി ഈസ് വെരി അപ്രീഷിയേറ്റീവ് ഓഫ് ദാറ്റ് ആൻഡ് ദാറ്റ്സ് റിയലി സ്വീറ്റ് കേട്ടോ. സോ താങ്ക് യു വൺസ് അഗൈൻ. ഈ ഒരു സപ്പോർട്ടില്ലാണ്ട് എനിക്ക് ഇത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും ഉണ്ടാവില്ലായിരുന്നു. സോ താങ്ക് യു വൺസ് അഗൈൻ. ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മൾ തമിഴിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാനും അമ്മയും കുട്ടികളാണ് വീട്ടിലുള്ളൂ. നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് ഇറങ്ങാൻ പോവാണ്. വി ആർ ഗോയിങ് ടു വിസിറ്റ് സിഡ്നിയിലുള്ള ഡൂൺ സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബർബിലുള്ള ഫെദർഡേൽ വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകണം. ഇറ്റ്സ് ലൈക്ക് എ പാർക്ക് വിത്ത് എ സൂ ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റിസർവോയർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സിഡ്നിയിൽ ഇഷ്ടമാതിരി സൂസ് ഉണ്ട്. അമ്മ കഴിഞ്ഞ പ്രാവശ്യം പണ്ട് വന്ന സമയത്തും മറ്റേ ഡാർലിംഗ് ഹാർബറിലുള്ള സൂ ഒക്കെ പോയിരുന്നു. അക്വേറിയം ആൻഡ് വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പോയിരുന്നു. പിന്നെ ടറോങ്കയിലല്ല നമ്മളിപ്പോൾ പോണതും. ടറോങ്കയിലും ഉണ്ട്. പിന്നെ നമുക്ക് വെസ്റ്റേൺ സിഡ്നി സൂ ഉണ്ട്. പിന്നെ ഇവിടെ കോവാള പാർക്ക് ഉണ്ട് വെസ്റ്റ് പെനന്റ് ഹിൽസിൽ. ഞാൻ കുറേ ഓപ്ഷൻസ് ഒക്കെ നോക്കി. പിന്നെ എനിക്ക് തോന്നി കുഞ്ഞു പിള്ളേരൊക്കെ വെച്ചിട്ടാണല്ലോ പോണത്. എസ്പെഷ്യലി സാശുമണി ഓടിക്കറങ്ങി നടക്കണ ഒരു പ്രായമാണ്, അലമ്പ് സ്വഭാവം. അപ്പോൾ അധികം വലിയൊരു സ്പേസിൽ പോയാൽ ഞാൻ തന്നെ പെടും. സോ ഐ തിങ്ക് ഫെദർഡേൽ ഇസ് പെർഫെക്റ്റ്, ബിക്കോസ് ഫെദർഡേൽ ഇസ് വെരി ലൈക്ക് യു നോ ഒരു ഹോംലി ഫീലിംഗ്. നമുക്ക് ആനിമൽസിനെ പെറ്റ് ചെയ്യാം. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ നല്ല ഇഷ്ടമാവും എനിക്കറിയാം. സോ ഷീസ് ഓൾസോ വെരി എക്സൈറ്റഡ് ടു ഗോ ടുഡേ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടി ഇട്ടിരിക്കണേ. ഞാൻ പറഞ്ഞ മാതിരി നല്ല ഔട്ട്ഡോർ വെതറാണ്. സോ അങ്ങനെ പുറത്തുള്ള ആക്ടിവിറ്റീസിനൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് സിഡ്നിയിൽ. സോ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് വൺസ് അഗൈൻ. 11 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഇറങ്ങണം, ബിക്കോസ് നമുക്ക് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. ഒരു ഫൺ ഡേ ഇൻ ദിസ് വീക്കെൻഡ് where we are going and exploring Featherdale. So once again, welcome to Sydney Malayali. Please keep watching. No. You said നമ്മളിവിടെ എത്തിയിട്ടാ. ആണോടാ? നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബാക്കിൽ ആ സൈഡിലായിട്ട് അവിടെ കുറച്ച് പാർക്കിങ്ങിന്റെ സ്പേസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് പാർക്കിങ്ങിന്റെ സ്പേസ് ഉണ്ട്. ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനത്തെ കുറച്ച് സ്പേസ് ഉണ്ട്. പക്ഷെ കുറേയൊക്കെ ഇങ്ങനെ ടൂർ ഗ്രൂപ്പ്സിന് റിസർവ് ചെയ്ത് വെച്ചേക്കാണ് അവരുടെ ബസ്സിനൊക്കെ വേണ്ടിയിട്ടേ. അപ്പോൾ ഒരു ഫാമിലി ഇപ്പോൾ ലക്കിലി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കാത്ത് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. സോ ദാറ്റ് വി ക്യാൻ കാറ്റൽ ദർ. ഈ ചെറുതിനെ വെച്ച് അധികം ദൂരം പാർക്ക് ചെയ്യാതിരിക്കാൻ നല്ലത്. കുറച്ച് അടുത്താണെങ്കിൽ നമുക്ക് സൗകര്യമാണല്ലോ. മഴ വീണ്ടായിരുന്നു ഓൺ ദ വേ നമ്മളിങ്ങോട്ട് വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഒന്ന് നിന്നണോ, ഇങ്ങനെ നിന്നാൽ സൗകര്യമായിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ല പ്ലസൻറ്റ് വെതറാണ്. ചിമുട്ടുകൾ രണ്ടെണ്ണം ബാക്കിലുണ്ട്. അപ്പോൾ ഈ വണ്ടി ഒന്ന് പോയാൽ കയറ്റാച്ചിട്ട് എങ്ങനെ വന്ന് നിൽക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ എൻട്രി. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ്. ആൻഡ് ദെൻ ദിസ് ഹോൾ സ്പേസ് ആണ് ആ ഫെദർഡേലിൻ്റെ പാർക്ക്. എനിക്കിവിടെ ലക്കിലി വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടോ. അവിടെ കണ്ടോ ഫെദർഡേൽ വൈൽഡ് ലൈഫ് പാർക്ക് എന്നൊക്കെ. ചെറുതായിട്ട് മഴ തുള്ളുണ്ട് കേട്ടോ. പിടിച്ച് നിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ഏതായാലും പ്രാമൊക്കെ എടുത്തിട്ട് എല്ലാവരും ഇറക്കട്ടെ എൻ്റെ ഉള്ളിൽ നിന്ന്.
ഇതാണ് തന്നെ മെയിൻ എൻട്രൻസ്. ഇവിടെ കയറി വന്നാൽ തന്നെ നമുക്കിങ്ങനെ കാണാം കോവാലേനെ പാക്ക് ചെയ്യാനും അങ്ങനത്തെ എൻകൗണ്ടേഴ്സും ഒക്കെ ഉണ്ട്. എൻട്രി ഫീ ഒക്കെ ഇത്രയാണ്. അഡൾട്ട്സിന് 44, 3 years above ഉള്ള കുട്ടികൾക്കാണ് ഉള്ളൂ കേട്ടോ, $28. പിന്നെ പാക്കായിട്ടും വാങ്ങാം. 2 adults 2 children അങ്ങനത്തെ പാക്ക്. ഞാനിപ്പോൾ അതെടുത്തിരിക്കുന്നത് 2 adults 2 childrenൻ്റെ പാക്കാണ് എടുത്തിരിക്കുന്നത്. There are lots of other options also കേട്ടോ, അതിൻ്റെ ഗുഡ് ഡീൽസ് ഒക്കെ കിട്ടാൻ. സോ കീപ്പ് എൻ ഐ ഔട്ട് ഓൺ ദോസ് വെബ്സൈറ്റ്സ് ലൈക്ക് ഗ്രൂപ്പോൺ, റെഡ് ബലൂൺ ഒക്കെ. നമ്മൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ്സ് എടുത്തുകൊണ്ട് വേറെ ക്യൂവിൽ നിൽക്കൊന്നും വേണ്ട, ഇത് പോയിട്ട് അങ്ങോട്ട് കാണിക്കാൻ വേണ്ടു. ഈ ചെറുക്കൻ്റെ ഒക്കത്ത് കയറിക്കാൻ എനിക്കറിയില്ല. കൃത്യം നമ്മൾ കയറിയ നേരത്തെ മഴ പെയ്തോട്ടെ. ഇപ്പോൾ ഒന്ന് നിന്നിട്ടുണ്ട്, അപ്പോൾ ഇനി ഉള്ളിൽ കയറാം. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ കയറുമ്പോൾ തന്നെ എന്തോ ഒരു കിളിയുടെ ശബ്ദം കേൾക്കാം. അല്ലേ മോളെ, അത് കാങ്കറൂനാ. നമ്മളിപ്പോൾ ഇതാ കണ്ടു, $5 കൊടുത്താൽ ഇങ്ങനത്തെ ഒരു കപ്പ് ഫുഡ് കിട്ടും. അത് കാങ്കറൂന് കൊടുക്കാനമ്മ കേട്ടോ. അതിൻ്റെ വായിലമ്മട്ട് കൊടുക്കണം കേട്ടോ. നോക്കുക, ഡക്കി തന്നെ. സാശു എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചെന്നെ കൊല്ലോ അവസാനോനി. സാശുമാ എന്നെ കൊല്ലരുത് കേട്ടോ, തിന്നാനല്ല. അവിടെയും ഈ പാരറ്റ്സിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എൻട്രൻസിലുള്ള സംഭവമാണ്. ഞാൻ ഉള്ളിൽ പോവാൻ. ദ ഗുഡ് തിങ് അബൌട്ട് ഫെദർഡേയിൽ എനിക്ക് തോന്നിയിട്ടില്ല, ഇത്രയും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ടേ നമുക്ക് ആക്ച്വലി ഒരു കാട്ടിൽ പോയ ഫീലിംഗ് ഉണ്ടാവും. മോർ ദാൻ ലൈക്ക് സൂ. നമുക്കൊരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പ് ഇവിടെ കാണാൻ കിട്ടും. എത്തിയില്ലോ നമ്മുടെ ഓസ്ട്രേലിയൻ നേറ്റീവ് ആനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട വോളബീനത് അവർ ഫീഡ് ചെയ്യണേ കണ്ട. കൊടുത്തോളാൻ മതി ഭക്ഷണം വായില്. അതേ സാനുവിനി. That is so cute. Sashi, look at that. Look at that. Just keep the cup here and they will eat it. See? Wow, that is so cute. അമ്മ എടുത്തോളൂ. കണ്ടോ സാച്ചിമ്മ, കണ്ടോ സാച്ചിമ്മ. Oh, this one loves it. തട്ടണ്ടോ, അവളത് മുഴുവൻ തട്ടിക്കളയും. ഇവിടെയൊക്കെ ചാടിത്തുള്ളി നടക്കണ്ടേ. ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. ഇങ്ങനെ ഓപ്പണിലാണ്. ഇവിടെ അതൊരു ഗുണം, നമുക്കിങ്ങനെ പ്രോപ്പർ സൂ സെറ്റപ്പിലല്ല. നമുക്ക് തോന്നും നമ്മളിങ്ങനെ വൈൽഡ് ലൈഫിൽ തന്നെ നടക്കുകയെന്ന്. അയ്യോ, ആ ജോയിയുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അത് വോളബിയാന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് ജോയി ആയിരുന്നു. ജോയി അതായത് കാങ്കറൂവിൻ്റെ ബേബിയാണ് ജോയി എന്ന് പറയുക. ആ ജോയി ആണ് കേട്ടോ. സാശു അതിനെ തൊടുക. ഇവിടെ ഓസ്ട്രേലിയയിലായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഈ കൊക്കാട്ടു, മാക്പൈ അങ്ങനത്തെ കുറച്ച് ചില ബേർഡ്സ് ഉണ്ട്. അതിനിവിടെ അങ്ങനെ എൻകൗണ്ടർ നമുക്ക് ചെയ്യാം. ഇതാ അവിടെ ഇതാണമ്മ രാവിലെ നമ്മുടെ ഉറക്കം കളയണ സംഭവം. ഇവനാണ് അവൻ. ഭയങ്കര ശബ്ദം കേട്ടോ അവന്. നല്ല ക്യൂട്ടാ കാണാൻ, പക്ഷെ നല്ല ഒന്നൊന്നര പൊട്ട ശബ്ദമാണ്. കണ്ട ആനിമൽ റെഫ്യൂജ് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിതാ ഇവിടെ കുട്ടി കുട്ടി കോളാസൊക്കെ, കോളല്ല കേട്ടോ, കാങ്കറു ഇതാ ചാടി പോണു. കണ്ടോ ചാടണുണ്ടാവാ, ചാടണതാ. അപ്പൊ അത് ഉള്ളിൽ ചാടിപ്പോയി. ഇവിടെ കാക്കാര് ഇങ്ങനെ പെറ്റ് ചെയ്യാണ് കേട്ടോ. അതാണ് ഒരു നല്ല കാര്യം. ഇവിടെ നമുക്ക് തന്നെ പെറ്റ് ചെയ്യാം. പിടിച്ചു പിടിച്ചു. ഉണ്ണിക്കുട്ടനാണ്, നിന്നെ പോലത്തെ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ. അച്ഛോ, so cute. There you go. Here it is. Kandamma. I want to carry it. Yeah, we're gonna carry this. There's even smaller ones over there. We're carrying kittens. Oh, that is so cute. You can't touch the tail, Sashi. അതിന്റെ വാലുമ്പോ നീ ചവിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു കസവാരി ഉണ്ട് കേട്ടോ. ചാടി കളിക്കാൻ കാണുമ്പോൾ എന്ത് രസമാണ്. കാങ്കറൂസിന് എത്ര കണ്ടാലും മതിയാവില്ല. ഇവിടെ ഒരു കസവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേർഡ് ഉണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ്. ഇതാട്ടോ നമ്മുടെ കസവാരി. ഇറ്റ്സ് ലൈക്ക് എ വെരി അഗ്രസീവ് ബിഗ് ബേർഡ്. ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അധികം അടുത്ത് പോകാതിരിക്കാൻ നല്ല. അതിനാണ് അതിനിങ്ങനെ കൂട്ടിലിട്ടിരിക്കണം കേട്ടോ. യെസ് യെസ് സ്വീറ്റി.
ആണോ ബഡിനെ കണ്ടോ ഇവിടുത്തെ ബഡി നോക്ക് Look at these big ones. ഇതിനെ കണ്ടാ എന്താ അതിന്റെ സൈസ്? ഇവിടെ പെലിക്കൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫീഡ് ചെയ്യാനുള്ള എന്തൊക്കെയോ പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ കോല സാങ്ച്വറി ഉണ്ട് കേട്ടോ. ചെറിയൊരു കഫേ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ കഴിക്കാം. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഒരാവശ്യമില്ലാണ്ട് അവർക്ക് കുട പിടിച്ചടക്കണം. കിളികളാട്ടോ അവിടെ ഫുൾ പല പല ടൈപ്പ് ഓഫ് കിളികളുണ്ട്. ഫ്രൂട്ട് ഡവ്, ഒലിവ് ബാക്ക്, ഓറിയോ, എന്തൊക്കെയോ സാധനം കേട്ടോ. നമ്മുടെ നാട്ടിലെ കാക്കയും പുച്ചയ്ക്കും പകരം ഇവിടെ വേറെ ഒന്നും കണ്ടപ്പോഴോ ഇവരുടെ സ്പീഷീസ്. പക്ഷേ ഈ പെലിക്കൻ എന്ത് സൈസ് എനിക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നോ അറിയില്ല. നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ പെലിക്കൻ. ഇറ്റ്സ് റിയലി ബിഗ്. അതിൻ്റെ വായും അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബോട്ട് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതിനൊരു വെള്ള സെറ്റപ്പ് അറിയാൻ വേണ്ടി. ലെറ്റ്സ് ഗോ ടു ദി കോല ഇൻട്രാക്ഷൻ. പിന്നെ കോല എൻക്ലോഷർ ഒക്കെ ഉള്ളൊരു സെറ്റപ്പ്. കോല എൻകൗണ്ടറാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് കോലാസ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ട്. അയ്യോ അവിടെ ഒരു ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ടോ? ഇഷ്ടമാതിരി എന്ത് ക്യൂട്ടാ അറിയോ. അതൊരു പാവം ജീവി കേട്ടോ. ഇതൊരു ദിവസം 20 hours ഉറങ്ങും. അങ്ങനെ ഓൾ ഇറ്റ് നീഡ്സ് ഈ ഒരു യൂക്കാലിപ്റ്റസ് എന്തൊന്നും ഇരിക്കുകയുള്ളൂ അത്. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ ഉറങ്ങണേ. ഞാനൊക്കെ കഴിഞ്ഞ ജന്മം ഇതായിരുന്നു കൊണ്ട് അവിടെയൊക്കെ കിടന്ന് ഉറങ്ങണ്ട കേട്ടോ. ഇവിടെ ഇഷ്ടമാതിരി ഇതൊക്കെ അമ്മ ഇതൊക്കെ കിടന്ന് ഉറങ്ങുക. ഇതിന് ഉണർന്ന് കാണാൻ കിട്ടുന്ന ടൈം വളരെ വളരെ കുറവായിരിക്കും. ഫെദർ ഡേയിൽ ആക്ച്വലി ഇവരങ്ങനെ പിടിക്കാനും തൊടാനൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ പാക്കേജസ് ഒക്കെ ഉണ്ട്. നമ്മളത് എടുത്തിട്ടില്ല. ബട്ട് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതും ചെയ്യാട്ടോ. അത് കയ്യിൽ ഇങ്ങനെ പതുക്കെ തരും, പിടിക്കാം, ഫോട്ടോ എടുക്കാം, അതിനൊക്കെ വേണ്ടി. ഗോൺ ഫോർ ആൻഡ് ഹാപ്പി എഞ്ചിറ്റേഴ്സ് ഉണ്ട് കോളയുടെ എൻകൗണ്ടറൊക്കെ കാണാൻ. സോ $35 ആണ് കൊടുത്താൽ നമുക്കിത് ഇതുമാതിരി പിടിച്ച് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അയ്യോ ഇതിൻ്റെ എൻ്റെ ഡോളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് കയ്യിൽ. അനങ്ങില്ല, അങ്ങനെ കിടന്നുറങ്ങും. പാവങ്ങൾ ഒരു ഉപദ്രവവും ഇല്ലാത്ത പാവം പിടിച്ച് ജീവിതം. ആൻഡ് ദേ വാക്ക് വെരി സ്ലോ ആസ് വെൽ. What is it, Sashu? ഇവിടെ എന്താണാവോ സംഭവം? കിളികളാണോ? കിളികൾ കുറേ ഉണ്ട് ഇതിനകത്ത്. ഹണി ഈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കിളികളുണ്ട്. And then there's this whole section for kangaroo country എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടമാതിരി ഇനി കാണാൻ. ഇതിനെ പരന്ന് കിടക്കാട്ടോ അങ്ങനത്തെ ഒരു സ്ഥലം. ഈ ചെറുത് വെറുതെ കുട പിടിച്ച് ആരെങ്കിലും അത് കണ്ണു കുത്തോന്ന് എനിക്ക് പേടിയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടമാതിരി കാങ്കറൂസ് കിടക്കുന്നുണ്ട് കേട്ടോ. ആർക്കും ഒരു വില ഇല്ല, അവരുടെ കുറേണം കിടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പണ്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുൾ കാങ്കറൂ ഓടി കളിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. ഹലോ സാഷു, കം. അതെന്തെങ്കിലുമൊക്കെ തന്നെ വൈറ്റ് കളറിലുള്ള ടൈപ്പും ഉണ്ടേ. ഇപ്പോൾ മനുഷ്യന്മാരിലും ഉണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓരോ അതെന്തെങ്കിലും ജനറ്റിക് ആയിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇവിടെ അത് വേറെ തന്നെ ടൈപ്പ് ഓഫ് സ്പീഷീസ് ആയിരിക്കും. അതാണ് ഇനിയുള്ളൊരു സെക്ഷൻ ഹണ്ടേഴ്സ് ഓഫ് ദ നൈറ്റ് എന്ന് പറയും. അതായത് ഇവിടുത്തെ നോക്ടേണൽ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. രാത്രി മാത്രം ഇറങ്ങി രാത്രി മാത്രം ഫീഡ് ചെയ്യണ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറേ സ്പീഷീസ് ഉണ്ട്. ഇവിടുത്തെ നേറ്റീവ് ഓസ്ട്രേലിയൻ സ്പീഷീസ്. ഇതാണ് ആ ബിഞ്ചിക്കണമ്മ. ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല അന്ന്. അതായത് എവ്രിവെയർ ഫുഡൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത്. കുട്ടി വോംബാറ്റിനെയൊക്കെ നമ്മൾ കണ്ടു. ഇതാ അവിടെ പെൻഗ്വിൻ. ഇതാ അവിടെ കുട്ടി പെൻഗ്വിൻ. സാഷിബു, look at the penguin. അയ്യോ കസവാരീനെ നോക്കുമ്പോ ഇതാ അവിടെ കണ്ട അതിന് അതിന്റെ വലുപ്പം കണ്ട. സാഷു എടാ കൊടക്കാരി ഇങ്ങോട്ട് വാ. ലുക്ക് അറ്റ് ദാറ്റ് ബേർഡി. അത് അമ്മേനെ നോക്കണ്ട കേട്ടോ അമ്മ. യാടാ ഇറ്റ്സ് വൺ ബിഗ് ബേർഡ്. ഓൾമോസ്റ്റ് ഒരു ഫുള്ളി ഗ്രോൺ അപ്പ് കാങ്കറൂൻ്റെ അത്ര ഉണ്ട് അത്. ഇല്ല അമ്മ അതിന് പറ്റില്ല. ചെറുതവിടെ നോക്കിക്കോട്ടോ അതിനെ. ഇതും ഇവിടുത്തെ ഒരു വേറെ സ്പീഷീസ് ആട്ടോ, ടാസ്മാനിയൻ ഡെവിൾ എന്ന് പറയണേ. ആ കണ്ട അത് ഓടി കിടക്കണ. It's like a little fox.
jump out of them? ഇല്ല പേടിക്കണ്ട. ഒരു വാമ്പാറ്റ് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഹലോ മാഡം, come on sweetie. ടെറിബിൾ ടൂസിന്റെ ആണ് നീ കാണുന്നത്. ആ ഹലോ ഹലോ, ആ കൊട അവിടെ നിലത്ത് വെക്കില്ല. ഇവിടെ ഇനിയുള്ളതൊക്കെ കുറെ കിളി വർഗ്ഗങ്ങളാട്ടോ. കിളികൾ എനിക്ക് എന്തോ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയാണ്. കൊറേ ഉണ്ട് ഇവിടെ, കൊറേ കിളികളുടെ ഉണ്ട്. എന്താണ് അയ്യോ നമ്മളോട്. ഹലോ കൊക്കാറ്റു, ഹലോ ഹലോ. അത് കൊത്തി കയറിട്ടോ, അതിന്റെ പിടിച്ച് കയറിയതാ, പറന്ന് കയറിയതല്ല അത്. ചെറുതന്റെ കൂട്ട് തുറക്കാൻ നോക്കണ്ട്. ഹലോ ഹലോ. ആ കൈ കാണിക്കണോ? ഇത് വേണോ? തിന്നോ പോലെ. ആ കൈ കൊണ്ടെടുത്തത്. അതാ തിന്നോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സുഖമായി തിന്നണോ? കണ്ടോ? ആ കണ്ടോ? എന്താ കിളി? ആ അതില്ലെങ്കിൽ നിനക്ക് സുഖമായി നടന്നൂടെ? സാഷു, look at the big bird here. Look at this one. എത്രയാ എടുക്കണേ? സാമർത്തിയാ. Oh my god, it's like Sashu. ഇത് ഒരു ബ്ലാക്ക് കോക്കാട്ടു, ബ്ലാക്ക് കളർ കോക്കാട്ടു. സാൻമുണ്ണാണെങ്കിൽ നല്ല പേടിയുണ്ട്. മറ്റേതാണെങ്കിൽ കുടയും പിടിച്ചിട്ട് അവിടെ കരയുണ്ട്. I think so. എന്ത് കിളിയാണോ? I don't know, but why is the beak so long? The beak is long. Sanu! Sanu! It's a big bird. ആ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. Sanu! ദൈവമേ. Go back! Sit down! അയ്യോ. Sit down. ദൈവമേ. ആ ബ്രോൾഗ. Mama, look. ആ എടാ, അതെന്റെ കൈ കൊത്തിയെടുക്കണ്ട കേട്ടോ. അത് ഫോളോ ചെയ്യാട്ടോ. വേണ്ടടാ, അതിന് കൊടുക്കല്ലേടാ, അതെന്റെ ഡയറ്റ് ആയിരിക്കില്ല. വേണ്ടടാ. Why is it so scary? സ്കേരിയാണെങ്കിൽ നീ നോക്കി മുന്നിക്ക് നോക്കി നടക്ക്. നല്ല നല്ല മരങ്ങളൊക്കെ ആയതുകൊണ്ടേ നടക്കുമ്പോൾ എന്ത് കൂളിങ് അറിയോ. ഇവിടെ ഒരു ഹോൾ സെക്ഷൻ ഫാം ആനിമൽസിനുണ്ട് കേട്ടോ. അവിടെ ആടിനെ ഒക്കെ കാണാണ്ട് വരുന്നുണ്ട് ആടുകളൊക്കെ. പിന്നെ ഇത് കൊടുക്കാൻ പറ്റാറില്ല. Can you feed it? I don't know, maybe not. There you go. Be careful. Yeah, be careful. Amma, you do it first. Mama's gonna feed sheep. Okay, I'll do it. സൂക്ഷിച്ചോട്ടാ മണി, എന്റെ കൈ തന്നെ ഉണ്ടോ? അത് കൊടുത്തോ? കൊടുത്തടാ. അത് മറ്റേത് പാവം നോക്കിക്ക. മതിടാ, മതിയം പോ. So cute. Oh, Muddy. Wait, do it again, do it again. It's putting its nose in. മതി മതി മതി. ആട് അവിടെ പിറകെ കിടക്കണ്ടാ. അവളെ നോക്കിയേ, സ്വാൻ വരുന്നേ. സ്വാൻ അല്ലേ തമണി? What is that? It's a big swan. ഓയ്യോ, ഇതെവിടെ വരുന്നു? അവിടെ പിറകെ കിടക്കാതെ ഫുഡ് കിട്ടാൻ വേണ്ടി. കഴിഞ്ഞു, നിന്റെ കോട്ട കഴിഞ്ഞു. നിനക്കുള്ള ഫുഡ് ഇവര് തരും കേട്ടാ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ട അവിടെയൊക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെ ഇങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് വന്നാലാണ് കേട്ടോ ദ ബിഗ് ഗ്രോൺ അഡൾട്ട് കാങ്കറൂസിനൊക്കെ ഇവിടെ നമുക്ക് സുഖമായിട്ട് കാണാം. നമുക്ക് അതിന് ഭക്ഷണം കൊടുക്കാം. അതിന് കുറച്ച് ഭക്ഷണം കൊടുക്കുമോ? ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആ മൂലയിലൊക്കെ നോക്കിയാൽ കുറേ ഉണ്ട്. അവിടെ പിന്നെയും അതിനൊക്കെ കൊടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട്. കുഞ്ഞിതല്ല, ബൈറ്റ് ഇല്ലടാ, പ്രത്യേക കിളിയില്ലേ. ഓക്കെ, ഗ്രീൻ ബീക്കൊക്കെ ആയിട്ടുള്ളൊരു വലിയ കിളി. വലിപ്പുണ്ട് അത്. കണ്ടോ സാൽമണി? അതിന് കൊടുത്തു നോക്കുകയാണെങ്കിൽ. Like from the cup, or do I just throw it? Yeah, just give it from the cup maybe.
അതിന്റെ വായിന്ന് ഫുഡ് എടുത്ത് കൊടുക്കണ്ട. ഓ ഇപ്പൊ മമ്മൊക്കെയാണ് വിളി. ആ ഏ ഫുൾ ഇങ്ങനെ ഒരു ഓപ്പൺ എൻകൗണ്ടർ ആണ് കേട്ടോ. അവിടെയൊക്കെ കുറെ ഈ ഓസ്ട്രിച്ച് തന്നെയാ തോന്നുന്നു കണ്ടിട്ട്. അതുകളുണ്ട് ആ ഒരു മൂലയില്. ആൻഡ് ഇവിടെ ഫുൾ കാംഗറൂസ്. ആക്ച്വലി ഇവിടെ ഫുൾ ഓടി കളിക്കും. അത് ഉച്ച നേരം ആയതുകൊണ്ടേ മയക്കത്തിലേ ഉള്ളു. എൻ്റെ സാശുബു സാശു ആണെങ്കിൽ അവൾ അവളുടെ പോപ്കോണും കഴിച്ചിട്ടാണ് നടക്കണത്. അത് തട്ടിയെടുക്കുമോ കിളി? കിളീനോട് വരെ മിണ്ടരുത്. നീ അവിടെ പോണ്ടേ? വേണ്ടേ? എടാ ഇങ്ങോട്ട് വാടാ. എന്റെ അമ്മേ എന്റെ അടിയിൽ പോയിട്ട് അവളുടെ വീണ പോപ്കോൺ എടുത്ത് തിന്നു. എന്തൊരു സാധന. ചോദിച്ചപ്പോ പറയാ വാട്ട് മമ്മ്. സാശു നോ 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 സാശു നോ നോ. ഓക്കെ. ആ സാമർത്ഥ്യവും നല്ല തല്ലിപ്പൊളി സ്വഭാവവും. എന്താ ഇങ്ങനെ നോക്കൂ. ഇങ്ങനെ തത്തകളെ ഞാൻ സൂം ചെയ്തിട്ട് ഇങ്ങനെ കൂടെ കാണിക്കാട്ടാ. ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക. ഇങ്ങനെ ഈ കേജിനകത്താണ് അവര്. പാരറ്റ്സ് ആണ്. സോ ബ്യൂട്ടിഫുൾ. മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിക്കുക. ഇത് ഇത്രയും വലിയ സ്ഥലമാണേ. ആൻഡ് ഐ എം ടെറബിൾ വിത്ത് മാപ്സ്. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ ഇങ്ങനെ യു ഗുഡ്. ഓക്കെ ഫൈൻ ദ കഫേ. ഇവിടെ ഒരു കഫേന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ഫൈൻഡ് വേർ ദാറ്റ് ഈസ്. ഇവിടെ വരാൻ നോക്കണവർക്ക് ഫുഡിൻ്റെ ഓപ്ഷൻസിന് വേണ്ടിയിട്ടോ. അത് അവിടെ ഇങ്ങനത്തെ ഒരു കഫേ ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. റെസ്റ്റോറൻറ്റ് അല്ലല്ലോ. ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ കഫേയുടെ മെനു കാണിച്ചു തരാം ഞാൻ. വെജിറ്റബിളും ഉണ്ട് കേട്ടോ. വെജിറ്റബിൾ ബർഗേഴ്സ്, ഫിഷ് ബർഗർ, ചിക്കൻ, പിന്നെ ഡ്രിങ്ക്സ്, കോഫി, ടീ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. സാൻഡ്വിച്ചസും ഒക്കെ കിട്ടും. സോ ബേസിക് കഫേ. അപ്പോൾ റെസ്റ്റോറൻറ്റ് കഫേ ആണ്. അവിടെ ഫുഡ് റെഡി ഉണ്ട് കേട്ടോ. സാധനം ഇങ്ങോട്ട് ബസ് ചെയ്തിരുന്നു. സോ സാധനം പിക്ക് ചെയ്യാൻ പോയിരിക്കാം. എൻ്റെ വന്നു ആക്ച്വലി ചിക്കൻ ആൻഡ് ടൊമാറ്റോ പെസ്റ്റോ റാപ്പ്. അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ചെറുതോടെ ഇരിക്കുന്നുണ്ട്. ഇതാ ഫുഡും കൊണ്ട് നമ്മുടെ സാനുമണി എത്തി. സാനുമണിയാണ് ഇപ്പോൾ എല്ലാം മിടിക്കേട്ടൊക്കെ ചെയ്യാം അല്ല സാനുമണി? കുറച്ച് വേറെ അനിയൻ ഡ്രിങ്ക്സ്, പിള്ളേർക്ക് കുറച്ച് നഗറ്റ്സ്, ചിപ്സ്, ഇതാ അമ്മമ്മയുടെ റാപ്പ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കണേ. തെറ്റില്ല കേട്ടോ. ആക്ച്വലി ഫുഡൊക്കെ നല്ലതാണ്. എനിക്ക് പ്രത്യേകിച്ച് അനിയൻ ഡ്രിങ്ക്സ് ഭയങ്കര ഇഷ്ടമായി. ഹോട്ട് ക്രിസ്പി ആൻഡ് വെരി യമ്മി. റാപ്സും നന്നായിരുന്നു കേട്ടോ. അമ്മമ്മയുടെ റാപ്പ് കുറച്ച് വലുതാന്ന് പറയുന്നുണ്ട്. പക്ഷേ പിള്ളേർ നഗറ്റ്സും ഫ്രൈസും ഇതൊക്കെ നോർമൽ കഫേ ഫുഡ്. എങ്ങനെയുണ്ടമ്മ റാപ്പ്? നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രണ്ടിനും ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങി കൊടുക്കാൻ പോയിരിക്കാം കേട്ടോ. ചെറുതിപ്പോൾ ഭയങ്കര പിക്കിങ് ഒക്കെയാണ്. അവൾ വന്ന് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക ഏതാ വേണ്ടതെന്നൊക്കെ. സാധനം പോയി വാങ്ങി കൊടുക്കുന്നുണ്ട്. ഓ താങ്ക് യു. ഇതെങ്കിലും തിരിച്ചൊന്നുമല്ലോ. അവളെ കാട്ടം വല്ല സാധനം വാങ്ങിയുണ്ട് അവള്. യമ്മിയാണോടാ? ഇഷ്ടമായോ? നീ ഏതാ വാങ്ങിയ? ഗുഡ്. യമ്മി. എന്താ ഓട്ടി പിടിക്കണ്ടായാലും ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഡയലോഗപ്പോ. ഈ ബിഞ്ചിക്കൻ ഇവിടെ ഫുൾ ടൈം വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ കൊടുക്കരുത് എന്നുള്ളത്. പക്ഷെ അതിനിങ്ങനെ തട്ടിപ്പറിച്ച് കഴിക്കുന്ന കുറച്ച് കൂടുതലാണ്. സാധനം കഴിക്കുന്നത് ഇങ്ങനെ നോക്കണ്ടാവും അവിടെ നിങ്ങൾക്ക്. അത് അടിയിൽ വരുന്ന നോക്കി ഇവിടെ കാലിൻ്റെ അടുത്ത്. ഓ മൈ ഗോഡ്. കാലിൻ്റെ അടിയിലേക്ക് വരുമ്പോഴേ ഓ മൈ ഗോഡ്. അവിടെ എന്തോ ഒരു ചിപ്സ് ഉണ്ടായിരുന്നു. സാശു വീഴ്ത്തി എടുക്കാൻ വേണ്ടി ഓടിയതാ. കളിച്ച് കളിച്ചത് ആശാന്റെ നെഞ്ചത്ത് കയറി എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട് സംഭവം. നീ വേഗം കഴിച്ചോ. നിനക്കത് കഴിക്കണം എന്നുണ്ടെങ്കിൽ. കണ്ടോ സാശുമ? അയാളതിനെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്. അതിനൊരു പേടിയില്ലേ. അത് ഇങ്ങനെ വന്ന് കളിക്കുന്നു. ഭക്ഷണം ഒന്നും കഴിഞ്ഞപ്പോഴേ ഉഷാറ് വന്നു കേട്ടോ. അല്ല ഈ പെൻഗ്വിൻസിനെ കാണാൻ ഇറങ്ങിയതാ. അല്ല പെൻഗ്വിൻസ് പെൻഗ്വിനെ കണ്ട ചാച്ചുപൂ. എൻ്റെ ഇടയിൽ ഒരു വേറെ കളർ പെൻഗ്വിൻ. എന്താണാവോ? ഞാൻ പെട്ടെന്ന് അവരുടെ കുട കണ്ടപ്പോൾ അതെന്തോ ജീവിയാന്ന് വിചാരിച്ചു. കണ്ട പെൻഗ്വിൻ നിൽക്കണ കണ്ടേ സാശുമ?
ഓക്കെ, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈ ക്രോക്കഡൈൽസും റെപ്റ്റൈൽസിനെയൊക്കെ കാണാനാട്ടോ. ഇങ്ങനത്തെയൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. ഇതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംമാതിരി ഇങ്ങനെ ഓരോ കിളികളുടെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ കാണിച്ചിരുന്നില്ല എന്നുള്ളൂ. കിളികൾ എന്നാൽ ഒന്നാമത് എനിക്ക് അത്ര ഇൻട്രസ്റ്റും അല്ല, പോരാത്തതിന് ഇങ്ങനെ ക്യാമറയിൽ കാണുന്നതിനേക്കാട്ടൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് പിന്നെയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ലൈക്ക് ഓൾ ഓഫ് ദിസ് കുഞ്ഞിക്കിളികൾ റൈറ്റ്, എനിക്ക് ബെയർലി കാണാൻ പറ്റും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം കിളി സെക്ഷൻ കാണിക്കാത്ത. കുട്ടിയില്ലേ, ഒരു കുട്ടി വൺ, ഡിഫറെൻറ്റ് കളേഴ്സായിട്ട്. എന്തമ്മ ലോളിയോപ്പാണത്? ലോലിപോപ്പിന് അത് ലോളിയോപ്പ് എന്നാണ് പറയാ. ലോളിയോപ്പ് അല്ലടാ, ഐസ്ക്രീമാണ്. പകുതി മേത്താന്ന് മാത്രം. വരൂ, ക്രോക്കഡൈലിനെ കാണണ്ടേ മണിക്ക്? വെറുതെ നടക്കുമ്പോ പെട്ടെന്നാണ് കണ്ടത് നമ്മള്. ആ മണി, അയ്യോ, looks really threatening. Sashiva, look at the crocodile. Ooh. Row, row, row your boat gently down the stream. If you see a crocodile, don't forget to. പാമൂട്ടിലല്ല, അല്ലെങ്കിൽ അത് ഫുൾ ടൈം ഈ പാട്ടും പറഞ്ഞിട്ടാണ് നടക്കാറ്. പക്ഷെ വലുത് കേട്ടോ, കാണുമ്പോൾ അറിയേണ്ട അറിയില്ല. ഇറ്റ്സ് റിയലി ബിഗ്. പെട്ടെന്ന് നമ്മൾ വെറുതെ ഉണ്ടാക്കി വെച്ചേക്കാൻ എന്തോ സാധനമാണെന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കുള്ള ക്രോക്കഡൈൽ തന്നെയാണത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ പിടിവാശി പറഞ്ഞ് നിൽക്കില്ലേ, ആ ഒറ്റക്കാലാണത്. ആ ഒറ്റക്കാലിലാണ് അത് നിൽക്കണം അവിടെ. ഉണ്ടോ, കാണാണ്ടോ അറിയില്ല, ഒറ്റക്കാലിൽ നിൽക്കണം. വേറല്ല, കൂടുകൂട്ടുണ്ട് അല്ലേ? ആ, കുഞ്ഞു കിളികള്. ഇവിടുത്തെ വെർഷൻ ഓഫ് ഡോഗാണ് കേട്ടോ, ഡിങ്കോ എന്ന് പറയുന്നത്. സാധനം ചെറുതെ, നീ ഒരു ഡിങ്കോ ആവരുത്. ഇത് അവിടെ കിടന്നിട്ട് കണ്ട, ഭയങ്കര അഗ്രഷനാണ് ഈ ഡിങ്കോ എന്ന് പറയുന്ന സാധനത്തിന്. ഇവിടെ ഇതിനകത്ത് ഇവിടെയും കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ എന്താ ഇങ്ങനത്തെ ഓരോ റെപ്റ്റൈൽസിൻ്റെ ഒക്കെ കുറേ സെക്ഷനാണ് കേട്ടോ. അവിടെ കുറേ റെപ്റ്റൈൽസിനാണുണ്ട്. പിന്നെ മര്യാദയ്ക്ക് പോയിട്ട് കാണാനുള്ള വേറെയും കുറേ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അത് ഫുൾ സ്നേക്സിൻ്റെ ഒരു സെക്ഷനാണ് തോന്നുന്നു കേട്ടോ. കുറേ ഇങ്ങനത്തെ സൂസിലും വൈൽഡ് ലൈഫ് പാർക്സിലും ഇങ്ങനത്തെ സ്പേസസ് കണ്ടിട്ടുണ്ട്. ഓൾ ദീസ് എൻകൗണ്ടേഴ്സ് വൈ യു കൻ സീ സ്നേക്സ് സ്റ്റാർട്ടിങ് ഫ്രം അവരുടെ ബോൺ സ്ട്രക്ചർ തൊട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാമ്പുകൾ. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പാട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ആ പാമ്പ്. അത് കണ്ട, ആ ഫോറസ്റ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. കണ്ട, അവിടെ ഇരിക്കുന്നുണ്ട്. ആ മോള് സ്നേക്ക്. അപ്പോൾ പാമ്പുകളുടെ ഒക്കെ ഒരു സെക്ഷനാണിത് കേട്ടോ. എനിക്ക് വളരെ വളരെ പേടിയുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇങ്ങനെ ദൂരെ നിന്നൊക്കെ അത് കാണാനേ ഉള്ളൂ. ഇതുണ്ട പാമ്പാട് ഇരിക്കണേ. ഓസ്ട്രേലിയയിൽ വളരെ വളരെ പോയ്സണസ് ആയിട്ടുള്ള സ്നേക്സ്, ലിസേർഡ്സ്, സ്പൈഡേഴ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ അത് കാണാറുണ്ട് ഇതിന് കേട്ടോ. അതിപ്പോൾ ഞാൻ റിയലായിട്ട് കാണുന്നത് വെറും ഇങ്ങനത്തെ എൻക്ലോഷേഴ്സിലാണ്, റിയൽ ലൈഫിലായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. ഓ, അവിടെ ഒരു വലിയൊരു സാധനം ഇരിക്കണം, ഒരു വലിയ സാധനം ഇരിക്കണം. Yeah, what is it? Found that one on the tree. You found it on the see tree? that one on the tree? Right Yeah, yeah. there? She found it. I couldn't even see it. Yeah, it's sitting there. Okay. Have a food. ഭക്ഷണം കൊടുക്കാൻ നോക്കാൻ ഞാൻ. Just feed that one. കണ്ണിൻ്റെ അടുത്തേക്ക് പോരുത്. കണ്ണ് കണ്ണ്. Oh my god, it's so strong. Madhi, you have to give it to the kangaroos now. ശരി ചേട്ടാ. അത് മുഖം നോക്കി. It's like അങ്ങനെ. Whatever that is. Yeah, rooster. Yeah. ഈ ഫാം ആനിമൽസിന്റെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറിക്കാൻ നമ്മൾ കേട്ടോ. ഇവിടെ ഫുൾ കുട്ടികൾക്ക് ആടിനെയും ഒക്കെ തൊടാം, ജെന്റിലായിട്ട് തൊടണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. And then there's this whole poultry one through section where there's bunny. Sashima, look at the cute little bunny. I want to touch it. And a cute little bunny. അല്ല, ക്യൂട്ട് ലിറ്റിൽ ബണ്ണി കമ്മിങ് കേട്ടോ. പിന്നെ അവിടെ വേറെ എന്തൊക്കെയാണ്, റൂസ്റ്റർ, അങ്ങനെയൊക്കെ കുറച്ച് പോൾട്രി സ്റ്റഫ്.
ഇത് കണ്ട സാനുമണി, ഇതിന് കണ്ട എന്ത് വലുതൊക്കെ അല്ല ഇത് ഇങ്ങനെ കാണാല്ലേ. ആ ഡക്ക് അതൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് യു നോ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസിന് ഫാം ആനിമൽസിന്റെ. കണ്ട സാശുമ ലൈക്ക് അമ്മയ്ക്ക് നന്നായി തണുക്കുന്നുണ്ട് കേട്ടോ. ആ തോപ്പിയുടെ മുകളിൽ കൂടെ ജമ്പറിന്റെ ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. തണുപ്പല്ലേ, ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് പ്ലെസൻറ്റ്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ ഇപ്പോഴും തണുപ്പ് അങ്ങോട്ട് ശീലമുള്ള ആളല്ലേ. സോ അത് ഓട്ടമൊക്കെ ആകുമ്പോഴത്തേക്കന്നെ നന്നായി തണുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പതുക്കെ നീ നടന്നു തുടങ്ങണം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ ഈ ചെറുതിനെയും വെച്ചിട്ട്. ഇതല്ലേ കയ്യിലിരിപ്പ്. എടാ നിന്റെ സ്വഭാവം വെച്ച് നിന്നെ അവർ ആ കൂട്ടിലിടും അറിയോ. ബാംഗ്ലൂരൊക്കെ എനിക്ക് തുടങ്ങിയിട്ടോ. അതൊക്കെ എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അയ്യോ അവിടെ കയ്യിലുള്ള ഭക്ഷണം തീർന്നു. സാശും ഒരു ഷീപ്പിന് കൊടുക്കാൻ നോക്കിയത് അത് മുഴുവൻ കൊടുത്തു പോയി അറിയാതെ. എന്താ അതിൽ തിന്നണം. ഞാൻ പതുക്കെ പോയി തൊടുന്നുണ്ടല്ലോ. ഭയങ്കര ടേമാണ് കേട്ടോ. അതുകൊണ്ട് പേടിക്കാതെയൊക്കെ തൊടാം. അമ്മോട് ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയ വന്നിട്ട് പിന്നെ തൊടാതിരിക്കണ്ട. അപ്പോൾ ആ ധൈര്യം സംഘടിച്ച് പോയി തൊട്ടിട്ടുണ്ട്. തൊട്ടു സോഫ്റ്റ് അല്ലേ. അയ്യോ ഞാനുണ്ടോ സോ ക്യൂട്ട്. സാനുമണി ധൈര്യം ആക്കിയിട്ട് പോയി തൊട്ടിട്ടുണ്ട് കേട്ടോ എന്നെ. അയ്യോ അത് ചൊറിയണു. അത് ചൊറിഞ്ഞോടത്തേക്ക് സാനു. അയ്യോ കയ്യൊക്കെ കഴുകിയിട്ട് നീ വീട്ടിൽ കയറിയാൽ മതി. ഇറ്റ്സ് ഡൂയിങ് എ പൂ. പതുക്കെ ഇറങ്ങാൻ വിചാരിച്ചു. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് ഗിഫ്റ്റ് ഷോപ്പിലൂടെ. ഇവിടെ ആസ് ഓൾവേസ് ഇവിടെ കാണുന്ന എല്ലാ ഗിഫ്റ്റ് ഷോപ്സിനെയും മാതിരി അങ്ങനത്തെ സോവനിയർ ഐറ്റംസും ഒക്കെയാണ് കേട്ടോ. ടീഷർട്ട്സ്, പിന്നെ ആനിമൽസിൻ്റെ സ്പേസ് ആയതുകൊണ്ട് ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും ഇവിടുത്തെ എല്ലാ ഗിഫ്റ്റ് ഷോപ്പിലും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് കൂടെ വേണം നമുക്ക് പുറത്തേക്ക് കിടക്കാൻ. ഓ മൈ ഗോഡ് ഗൈസ്, തിരിച്ച് വീട്ടിലെത്തിയുള്ളൂ കേട്ടോ. കുറച്ച് ഇഷ്ടമായിട്ടായി, അധികമൊന്നുമില്ല. നല്ല വെതർ ആയതുകൊണ്ട് നമ്മൾ ആ നടന്നത് അറിഞ്ഞില്ല. അറൗണ്ട് ക്ലോസ് ടു 4 hours നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടക്കണ്ടായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല ബിക്കോസ് ഓഫ് ദ വെതർ വാസ് സോ ഗുഡ്. ബട്ട് ഓഫ് കോഴ്സ് കിഡ്സിന് അത് വ്യത്യാസം അറിയും. സോ സാഷുവൊക്കെ ഓൾറെഡി കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ്. ഇനിയിപ്പോൾ അതിന് പുറത്തെടുക്കണം. നമ്മൾ വേഗം ഒന്ന് ചേഞ്ചൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരണം. സോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായതുള്ളൂ ഈ ഒരു വീഡിയോ. അധികം വലിച്ച് നീട്ടുന്നില്ല. എല്ലാവർക്കും കണ്ട് ഇഷ്ടമായി വിചാരിക്കണു. സിഡ്നിയിലുള്ളവരോ അല്ലെങ്കിൽ സിഡ്നി വിസിറ്റ് ചെയ്യുന്നവർക്കോ ഒക്കെ ഒരു ഫൺ ഷോർട്ട്, നോട്ട് ടു ഹെക്ടിക് ആയിട്ടുള്ളൊരു കുട്ടി സൂ വിസിറ്റ് ഫോർ കിഡ്സ് ടു എൻജോയ്, ഫോർ എൽഡേഴ്സ് ടു എൻജോയ് ഒക്കെ ഉണ്ടെങ്കിൽ please visit Featherdale at Doonside. It's a really good space. നല്ല എൻവയറമെൻറ്റ്, ഇറ്റ്സ് നീറ്റ്, ക്ലീൻ ആൻഡ് ആനിമൽസ് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടേനും കാണാനും. സോ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. കണ്ടവരെല്ലാവരും മറക്കാതെ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ഒക്കെ ചെയ്യണം. ആൻഡ് കീപ് വാച്ചിങ് മൈ ചാനൽ, കീപ് ഷെയറിങ് ഈ ഒരു ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരുമായിട്ട്. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. ബട്ട് until we see you in the next video, this is bye from Shruti and bye from Sydney Malayali. Bye guys.